ഒരു കാര്യം, എന്താ സുശീലേ? ഇപ്രാവശ്യത്തെ ഉത്സവം വന്നാ നമ്മുടെ നന്ദിനി നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ഇതോടെ 16 വർഷം കഴിയും. അതെ സുശീലേ, എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു അനാഥയെ പോലെ വളരേണ്ടി വന്നില്ലേ നമ്മുടെ മോള്? ശരിയായ നേരത്തില് എല്ലാം ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റാതെ പോയല്ലോ. അത് മാത്രമല്ലാതെ അവൾക്ക് കിട്ടേണ്ട സ്നേഹം, പരിചരണം ഒന്നും കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അതാണ് വിധി. പാവം മോള്, നമ്മുടെ മോള് വയസ്സറിയിച്ചപ്പോ ശാസ്ത്രപ്രകാരം ബന്ധുക്കളെയൊക്കെ വിളിച്ചുകൂട്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നോക്കി, അതിനു പകരം ഒരു നല്ല പയ്യനെ, പണക്കാര പയ്യനെ കണ്ടുപിടിച്ച് നമ്മുടെ മോളെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കണം. നീ പറഞ്ഞതുപോലെ ചെയ്യായിരുന്നു. ആ ദൈവം എന്ത് കുറവാ നമുക്ക് ചെയ്തിരിക്കുന്നേ. അവൾക്ക് ശരിയായ നല്ല വരനെ കണ്ടുപിടിക്കണം. നമുക്കും അവൻ മകനായിരിക്കണം. നമ്മുടെ വംശത്തെ സംരക്ഷിക്കുന്ന നല്ലൊരു മകളായിരിക്കണം സുശീലേ. നിങ്ങൾ പറഞ്ഞതാ ശരി. ഇത്രയും നാൾ അവളെ വിട്ട് പിരിഞ്ഞത് മതി സുശീലേ. അവൾ എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാവണം. അവളെ വിവാഹം കഴിച്ച് വരന്റെ വീട്ടിലേക്ക് അയച്ചിട്ട് നമുക്ക് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് സന്തോഷായിരിക്കാൻ പറ്റില്ലെന്നേ. പിന്നൊരു കാര്യം, നമ്മുടെ മകളുടെ കല്യാണത്തിൽ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. നല്ല കാര്യ നീ പറഞ്ഞു സുശീലേ. ഇത് സാധാരണ കല്യാണമല്ല. അതുകൊണ്ട് ഇതൊരു ഉത്സവമായി നടത്തണം. ഇതുപോലൊരു കല്യാണം ആരും നടത്താൻ പാടില്ല. അത്രയ്ക്ക് മനോഹരമായ കല്യാണമായിരിക്കണം ഇത്. ഒരു കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ നമ്മൾ 3 പേരും ഒന്നായിരിക്കണം. അനാഥരെ പോലെ മരിക്കേണ്ടി വരുമെന്നാ ഞാൻ വിചാരിച്ച. എന്നാ ഭഗവതി നമ്മളെ കടാക്ഷിച്ചു. സത്യമാണ് സുശീലേ. കൊള്ളി വെക്കാൻ ഒരു മകനെ തന്നില്ലെങ്കിലും കണ്ണീരൊഴുക്കാൻ ഒരു മകളെ തന്ന ദേവിയെ നമ്മൾ കൈയെടുത്ത് കുമ്പിടണം. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ? അതൊന്നും വേണ്ട. അതെന്താ, ഞങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വരാൻ പാടില്ലേ? അയ്യോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ ശിവഭക്തരാണ്, അദ്ദേഹത്തിന്റെ അനുഗ്രഹം കിട്ടിയവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും ദൈവങ്ങളാണ്. അങ്ങനെയൊന്നും ഇല്ല. കാട് കയറാണ്ട് നമുക്ക് കാര്യത്തിലേക്ക് അങ്ങോട്ട് കടക്കാം. ഈ വർഷത്തെ ഉത്സവം നമുക്ക് അങ്ങോട്ട് ഉഗ്രനായിട്ട് നടത്തണം. എന്താണെന്ന് വെച്ചാ അത് 16 വർഷത്തിൽ ഒരു തവണ പറഞ്ഞ ഉത്സവമാണേ. നന്ദിനി ചെറിയ കുട്ടിയായിരുന്നപ്പോ നടന്ന ഉത്സവായത്. ആ ഉത്സവത്തിന്റെ അന്നാണ് അവളെ ഞങ്ങൾക്ക് നഷ്ടമായത്. സുശീലേ, 16 വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ പോയ ആ പെൺകുട്ടി ഉത്സവത്തിന് 1 മാസം മുമ്പ് തിരിച്ചു വന്നെന്ന് വെച്ചാ എല്ലാ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ശരിയാ പറഞ്ഞത്. സത്യമായ വാക്ക്. ഈ വർഷത്തെ ഉത്സവത്തിന് എത്ര ചെലവായാലും അത് ഞാൻ നടത്തിക്കൊള്ളാം. എല്ലാം ശിവന്റെ അനുഗ്രഹമാണ്. ഭഗവാൻ ശിവൻ അറിയാതെ ഈ ലോകത്ത് ഒന്നും സംഭവിക്കില്ല. അതെ അതെ. മോളെ നന്ദിനി, വാ അങ്ങോട്ട് വാ. ഇവളാണ് എന്റെ മകള്. ഇവള് മകളെന്ന് പറയുന്നതിനേക്കാൾ എന്റെ ജീവൻ എന്ന് പറയാം. നന്ദിനി മോളെ, ഇദ്ദേഹമാണ് അമ്പല കമ്മിറ്റിയുടെ പ്രധാനി. പേര് നടരാജൻ. മോളെ നമസ്കാരം പറ. പറയൂ മോളെ. നമസ്കാരം മോളെ. ഇദ്ദേഹം നമ്മുടെ അമ്പലത്തിലെ പ്രധാന പൂജാരിയാണ്. നമസ്കാരം. ഇവരെല്ലാവരും നമ്മുടെ ചുറ്റുപുറ ഗ്രാമത്തിലുള്ളവരാണ്. സുശീലേ, പണം എടുത്തു കൊണ്ടുവന്ന് കൊടുക്ക്. എത്ര വേണം? ഒരു 5 ലക്ഷം രൂപ. മതി മതി. അകത്ത് പോയി പണം എടുത്തോണ്ട് വാ. 5 ലക്ഷം. എവിടെയാ? അകത്ത് ലോക്കറിനകത്തോണ്ട്. ഓ, ഇതെല്ലാം എടുത്തിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി എങ്ങനെയുണ്ടാവും? നോ നോ, ഇപ്പൊ വേണ്ട.
നീ തന്നെ നിന്റെ കൈകൊണ്ട് കൊടുത്തേക്ക്. അങ്ങനെ അവരുടെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങിച്ചേക്ക്. നന്നായി വരട്ടെ മോളെ. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? എന്നാ പിന്നെ ഞങ്ങളങ്ങട് നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഈ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പോവേ? വരണം വരണം, എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. വരൂ, എല്ലാവർക്കും വിളമ്പി കൊടുക്കും. ചെല്ലേ. ഓം ആത്മാത്വം ഗിരിജാമതി പരിജന പ്രാണാശരീരഗ്രം പൂജാ ദേവിയോപി ഭോഗരചനഗ്രാസമാധിസ്ഥിതി സഞ്ചാര പദയോ പ്രദക്ഷിണ വിധി സ്തോത്രാണി സർവാഗ്യൗ യജ്ഞത് കർമ്മ കരോമി തദഖിലം ശംഭോ തവാരാധനം. നന്ദിനി ആശീർവാദം വാങ്ങിച്ച മോളെ. ആദൗ കർമ്മ പ്രസംഗാത് കലയതി കലുഷം നമ്മുടെ നന്ദിനിക്ക് നന്ദി അനുഗ്രഹം കൊടുത്തു. എല്ലാവരും രക്ഷിക്കണം ദേവി. സോമ, പറങ്ങുന്ന ഈ മൂന്നാൾക്കാരുടെ ജീവനും ഇവിടെ വെച്ച് തന്നെ പോകണം. ആയിക്കോട്ടെ അങ്ങൂന്നേ, അതൊക്കെ ചെയ്തേക്കാം. ഒരു ദോഷം വരുത്തരുത്. ആശീർവദിക്കൂ. നന്നായി നന്നായി. തൊട്ട് നമസ്കരിച്ചോളൂ. പുറത്തേക്ക് പോയിട്ട് 3 പ്രാവശ്യം വലം വെച്ച് ആശീർവാദം വാങ്ങിയിട്ട് പൊക്കോളുക. ശരി. മരണം തേടി കണ്ടെത്താനാവില്ല, അത് നമ്മളെ തേടി വരും. എന്റെ കണ്ണുകൾ നിന്നെ തന്നെ തേടിക്കൊണ്ടിരിക്കും. എന്റെ ശക്തി തേടുന്ന കണ്ണുകളെ അടയ്ക്കുകയാണ് ചെയ്യുക. അടയ്ക്കുക മാത്രമല്ല, മണ്ണിടുകയും ചെയ്യും. എന്റെ പേര് നന്ദിനി. എന്റെ മുന്നിൽ വന്നാൽ കൊല്ലും ഞാൻ. ഹലോ കൃഷ്ണേട്ടാ, ഞാൻ രാഗിണി. നിങ്ങൾക്ക് ആരെയാ വേണ്ടത്?
നിങ്ങൾ വിളിച്ചിരിക്കുന്നത് റോങ് നമ്പറിലേക്ക്. ആദ്യം നമ്പർ ഒന്ന് ചെക്ക് ചെയ്യും. ഹലോ ഹലോ, ആരാ? ഞാൻ രാഗിണിയാ കൃഷ്ണേട്ടാ. രാഗിനി, നീ ഇപ്പോഴും ജീവനോടുണ്ടോ? ജീവനോടെയുണ്ട്. നിങ്ങൾക്ക് സുഖമല്ലേ? എന്റെ കാര്യം വിട്. നീ ഇപ്പൊ ജീവനോടെ ഇല്ലേ? എനിക്കത് മതി. എനിക്കത് മാത്രം മതി. നീ എവിടെ ഇപ്പൊ ഉള്ളേ? പട്ടാമ്പി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ഒരാളുടെ വീട്ടിൽ. ഇവിടെയുള്ളവരെല്ലാം അവരുടെ മകളായി എന്നെ കാണുന്നേ. നീ ഒരുപാട് ഭാഗ്യം ചെയ്തവളാ രാഗിനി. എന്നാൽ ഞാൻ അവരുടെ മകളല്ലല്ലോ. അവരെ കാണിക്കുന്ന സ്നേഹത്തെ സ്വീകരിക്കാനും വയ്യ, തള്ളാനും വയ്യാതെ ഞാൻ കഷ്ടപ്പെടുകയാണ്. മാതാപിതാക്കളുടെ സ്നേഹം കിട്ടുന്നത് വലിയ ഭാഗ്യ. അതുകൊണ്ട് ആ സ്നേഹത്തെ ഒരിക്കലും കൈവിടരുത്. എനിക്ക് ഈ സ്നേഹമൊക്കെ കിട്ടിയത് വലിയ കാര്യമാണ്. ഈ അവസരം നഷ്ടപ്പെടുത്തരുത് രാഗിനി. ഇതുവരെയ്ക്ക് നീ നരകമാണ് കണ്ടത്. ഇനിയെങ്കിലും നീ സ്വർഗത്തിന്റെ സുഖം അനുഭവിക്കേ. നാളെ ഒരു ദിവസം ഞാൻ അവരുടെ മകളല്ലെന്ന് അറിയുമ്പോ അവരുടെ മനസ്സ് വല്ലാതെ വേദനിക്കില്ലേ? അതെനിക്കിഷ്ടമല്ല. നാളത്തെ കാര്യം ഓർത്ത് ഇന്നത്തെ സന്തോഷം നീ ഒരിക്കലും കളയരുത്. ആരാണോ എന്നെ അവരുടെ മകളായി കാണുന്നത് അവരുടെ ജീവൻ ആപത്തുണ്ട്. നമ്മൾ ഒരുപാട് പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ജീവൻ രക്ഷിക്കാൻ നോക്ക്. അതൊരു പ്രായശ്ചിത്തമായിരിക്കും. ശരി ഏട്ടാ. നിങ്ങളിപ്പോ എവിടെയാ? ഹലോ, എന്തിനാ ചേട്ടാ കരയുന്നേ? രാഗിനി, ഒരു ദിവസം ഞാൻ എന്തായാലും ആ വീട്ടിൽ വരും. ഒരു പ്രാവശ്യമെങ്കിലും അവിടെ എന്തെങ്കിലും കഴിക്കണം. എന്താ ഏട്ടാ നിങ്ങൾ എന്തൊക്കെയോ പറയുന്നത്? നീ ആരാണോ ഫോൺ സംസാരിക്കണേ? ആരാണ് ഫോൺ തന്നത്? പറടാ. ഹലോ കൃഷ്ണേട്ടാ. ഹലോ. സംസാരിക്കുന്നത്